റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥനെ നിയമിച്ചതിൽ ഇടപെട്ടിരിക്കുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡ്. നിയമന പരാതി പരിശോധിക്കും. സംഘപരിവാർ പശ്ചാത്തലമാണ് പരിശോധിക്കുന്നത്. കൂടിയാലോചന നടത്താതെയുള്ള നിയമനത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് ആഭ്യന്തരമന്ത്രിയെ കണ്ട പരാതി അറിയിച്ചു. മുഖ്യമന്ത്രിയെയും കണ്ട് നിയമനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെടും. KM ഷാജിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടില്ലെന്നും ശേഷാദ്രിനാഥന്റെ സമൂഹമാധ്യമ ഇടപെടൽ അന്വേഷിക്കേണ്ടതുണ്ടെന്നും നിയാസ് ആവർത്തിച്ചു. ഏറ്റവും സുപ്രധാനമായ ഒരു പദവിയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പദവി. ആ പദവിയിൽ ഒരിക്കൽ ഗവർണർ ഒപ്പുവെച്ചാൽ പിന്നെ അദ്ദേഹത്തെ 5 വർഷത്തേക്ക് ഒരാൾക്കും മാറ്റാൻ കഴിയില്ല. കഴിഞ്ഞ 15 വർഷക്കാലമായി ജില്ലാ ജഡ്ജിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം ലക്ഷദ്വീപിലടക്കം പോയി പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ കഴിഞ്ഞകാല സമൂഹ മാധ്യമ ഇടപെടലുകളെക്കുറിച്ചും അദ്ദേഹത്തെ ബന്ധങ്ങളെക്കുറിച്ചും അന്വേഷിക്കുവാനും അവയുടെ കോപ്പി ബഹുമാനപ്പെട്ട ഇതൊന്നും ബോധ്യപ്പെടാത്ത തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജിക്ക് നൽകുവാനുമാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കണ്ണ് ഉള്ളവർക്കെല്ലാം കാണുന്നു, പക്ഷേ കാണേണ്ടവർ കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഇന്ന് കാണാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുമെന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയോട് ഇക്കാര്യങ്ങളെല്ലാം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ PM നിയാസിന്റെ വ്യക്തിപരമായ ഒരു ആവശ്യമല്ല, അത് സംഘടനയുടെ കൂടി ഒരു ആവശ്യമായി മാറുന്നു. ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്ന് പറയുമ്പോൾ ശേഷാദ്രിനാഥിന്റെ നിയമനം കുരുക്കിലാവുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. റോഷിപാലുണ്ട്. റോഷിപാൽ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുടെ നിയമനത്തിൽ ഹൈക്കമാൻഡിനും ആശങ്കയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അത് PM നിയാസിന്റെ വ്യക്തിപരമായ ആവശ്യമല്ല, പകരം സംഘടനയിലെ പല നേതാക്കളും ഈ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. ശേഷാദ്രിയുടെ പൂർവ്വകാല ചെയ്തികൾ സംഘപരിവാർ രാഷ്ട്രീയത്തിന് അനുകൂലമാണ് എന്നുള്ളതാണ് ഇവർ ഉയർത്തിക്കാട്ടുന്നത്. മണ്ഡല പുനർനിർണയം അടക്കമുള്ള വിഷയങ്ങൾ വരുമ്പോൾ ശേഷാദ്രിയുടെ നിലപാടുകൾ നിർണായകമാകും. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു റിസ്ക് എടുക്കേണ്ടതില്ല എന്നുള്ളതാണോ ഹൈക്കമാൻഡിന്റെ തീരുമാനം? അരുൺകുമാർ, അങ്ങനെ ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തുന്നു എന്നതിന്റെ സൂചനകളുണ്ട്. കാരണം PM നിയാസ് വിഷയം KPC അധ്യക്ഷന് പരാതിയായി നൽകുമ്പോൾ സമാനമായി ഒരു കത്തിന്റെ പകർപ്പ് ദീപാദാസ് മുൻഷിക്കും നൽകിയിരുന്നു. ദീപാദാസ് മുൻഷിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ PM നിയാസ് ശ്രമിക്കുകയും ചെയ്തിരുന്നു. കാരണം N ശേഷാദ്രിനാഥ് നേരത്തെ തന്നെ സംഘപരിവാറുമായി അടുത്ത ബന്ധവും സംഘപരിവാറിന്റെ നിലപാടിനൊപ്പം നിൽക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ സംഘപരിവാർ സഹയാത്രികനായ ഒരാൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവിയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന അപകടമാണ് PM നിയാസ് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത്. ചർച്ച മറ്റു പല തരത്തിലേക്ക് നീങ്ങിയെങ്കിൽ പോലും ആ നിലപാടിൽ PM നിയാസ് ഉറച്ചു നിന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഹൈക്കമാൻഡ് വിഷയത്തിൽ ഇടപെടുന്നത്. അതിന്റെ പശ്ചാത്തലം ഉൾപ്പെടെയാണ് ഹൈക്കമാൻഡ് പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സംഘപരിവാറുമായി ബന്ധമുണ്ടോ എന്നടക്കം പരിശോധിക്കും. ഇന്ന് തന്നെ ഒരു പക്ഷേ മുഖ്യമന്ത്രിയുമായി ദീപാദാസ് മുൻഷി ഈ വിഷയത്തിൽ സംസാരിക്കാൻ സാധ്യതയുണ്ട്. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഈ വിഷയം ഈ തരത്തിൽ വിവാദമാകുന്നതിൽ വലിയ അസംതൃപ്തിയുമുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ദേശീയ തലത്തിൽ തന്നെ എപ്പോഴും കോൺഗ്രസ് നേതൃത്വം ഉയർത്തുന്നതാണ്, പ്രത്യേകിച്ച് വോട്ട് ചോരി ആരോപണം. അങ്ങനെ വോട്ട് ചോരി ആരോപണത്തിന്റെ തുടർച്ചയായി തന്നെ കോൺഗ്രസ് മണ്ഡല പുനർനിർണയത്തിലും വലിയ തരത്തിലുള്ള ഒരു ക്രമക്കേട് സംശയിക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള ഒരു നീക്കം നടത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കത്തിനൊപ്പം നിന്ന് സംഘപരിവാറിന് അനുകൂലമായി പ്രവർത്തനങ്ങൾ നടത്താൻ ഈ ശേഷാദ്രിനാഥ് ശ്രമിക്കും എന്ന ഒരു ആശങ്ക കൂടിയാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കളും പങ്കുവയ്ക്കുന്നത്. ഏതായാലും കോൺഗ്രസിനകത്ത് ഇത് വലിയൊരു ചർച്ചയായി മാറിക്കഴിഞ്ഞു. പരസ്യമായി എല്ലാവരും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നില്ലെങ്കിലും PM നിയാസിന് നേതാക്കളുടെയൊക്കെ പിന്തുണയുണ്ട്. അതിനിടയിലാണ് ഹൈക്കമാൻഡിന്റെ നിർണായകമായ ഇടപെടലിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. താങ്ക് യു. റോഷിപാലാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.